നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിൽ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കം വരെ നമ്മളന്ന് പറഞ്ഞു നിർത്തി അല്ലേ, പ്ലാനിംഗ് കമ്മീഷനൊക്കെ. പിന്നെ ബാക്കി നമ്മൾ ഇന്ന് മുതൽ എന്ത് തുടങ്ങിയാണ്? പഞ്ചവത്സര പദ്ധതി തുടങ്ങിയാണ്. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ഈ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? റഷ്യ അല്ലെങ്കിൽ USSR എന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി റഷ്യയിലെ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. അപ്പൊ റഷ്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജോസഫ് സ്റ്റാലിൻ ആണ്. അതുകൊണ്ട് ഫാദർ ഓഫ് 5 ഇയർ പ്ലാൻ എന്ന് നമുക്ക് ആരെ വിളിക്കാം? ജോസഫ് സ്റ്റാലിനെ വിളിക്കാം. അതായത് റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. റഷ്യയിൽ തുടക്കമിട്ടത് ജോസഫ് സ്റ്റാലിനാണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് 5 ഇയർ പ്ലാൻ എന്ന് ആരെ വിളിക്കുന്നുണ്ട്? ജോസഫ് സ്റ്റാലിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയോട് നമ്മൾ പോവുകയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം പറഞ്ഞേ. 51 മുതൽ 56 വരെ. 1951 മുതൽ 56 വരെ. നമുക്കറിയാം, നമ്മൾ പ്ലാനിങ് എല്ലാം പറഞ്ഞ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കരമായിട്ട് ഒരു വിഭജനവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എന്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം? കൃഷിയല്ലേ. നമ്മുടെ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഭവം നമ്മൾ ആദ്യം മാറ്റിയെടുക്കണം. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത എന്തിനാണ്? കൃഷി. അപ്പൊ കൃഷിയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് വേണം? കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണ്ടേ? അപ്പോ ജലസേചനം, കൃഷിക്കും ജലസേചനത്തിനുമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്തത്? പ്രാധാന്യം കൊടുത്തത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഹരോഡ് ഡോമർ മോഡൽ. എന്താണ്? ഹരോഡ് ഡോമർ മോഡൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതി വിളിക്കുന്ന പേരാണ് ഹരോഡ് ഡോമർ മോഡൽ. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്ത ഒരു മലയാളിയായ സാമ്പത്തിക വിദഗ്ധനുണ്ട്. ആരാണ്? KN രാജ്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത മലയാളിയായ ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു ആര്? KN രാജ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു 5 വർഷക്കാലം എന്തൊക്കെ പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നാണ്. അതിൽ നമുക്ക് ആദ്യം പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ CDP. എന്താണ് CDP? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. 1952 ഗാന്ധി ജയന്തി എന്നാണ്? ഒക്ടോബർ 2. 1952 ഒക്ടോബർ 2 എന്ത് നടപ്പിലാക്കിയത്? CDP അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇങ്ങനെ ചോദിക്കാം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത് എന്നാണ്? 1. അപ്പൊ ആ വർഷം അറിയെങ്കിൽ നമുക്ക് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അതുപോലെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞ് അതേ ഡേറ്റ്. അപ്പൊ എന്നായിരിക്കും? 53 ഒക്ടോബർ 2. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്നാണ്? 52. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം 52 ആണ്. സോറി. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്നാണ്? 52. അപ്പോ CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണെങ്കിൽ 52 ഒക്ടോബർ 2. ഇനി ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ആണെങ്കിൽ അതും അതേ വർഷം തന്നെയാണ്, 52. ഇനി 53 ഒക്ടോബർ 2 സെയിം ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നൊരു സംഭവം ഉണ്ട്, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. എന്താണ്? നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. 53 ഒക്ടോബർ 2 എന്ത് വന്നത്? നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് വന്നത്. എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 52 ഒക്ടോബർ 2. അതേ 52 തന്നെ എന്ത് വന്നു? ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വന്നു. ഇനി 53 ഒക്ടോബർ 2 എന്ത് വരുന്നു? നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, UGC. എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്നാണ് വന്നത്? 53 ഡിസംബർ 28. 53 ഡിസംബർ 28 എന്ത് വന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അല്ലെങ്കിൽ UGC. അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ അല്ലേ? ഇനി ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് IITs വന്നിട്ടുണ്ട്. എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേ, IITs, അതുപോലെ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇനി കുറച്ച് വിവിധോദ്ദേശ പദ്ധതികളും എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്താണ് ദാമോദർ വാലി. ഏതാണ്? ദാമോദർ വാലി. അപ്പൊ ദാമോദർ വാലിയെ കുറിച്ച് എന്ത് പറയാം? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ഏത്? ദാമോദർ വാലി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നടപ്പിലാക്കി? ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നടപ്പിലാക്കി. ഇതിന്റെ ഗുണഭോക്താക്കൾ ഏതൊക്കെ സംസ്ഥാനങ്ങളായിരിക്കും? ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാളും ജാർഖണ്ഡ്. അപ്പോ ദാമോദർ വാലി ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ്. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളും ജാർഖണ്ഡും. ഓക്കെ. ഇനി നമ്മൾ ഈ ദാമോദർ വാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ
ഒരു ഇടത്തുനിന്ന് നമ്മൾ മാതൃക കണ്ട് നിർമ്മിച്ചതാണ്. എവിടെ നിന്നാണ് എന്തെങ്കിലും ഇതും അറിയാവോ? അമേരിക്കയിലെ ഏതാണ് ടെന്നീസ് വാലി നദീ പദ്ധതിയുടെ എന്താണ് ആ ഒരു മോഡലിലാണ് നമ്മൾ ഇവിടെ നടപ്പിലാക്കിയത്. ദാമോദർ വാലി നടപ്പിലാക്കിയത് അമേരിക്കയിലെ ടെന്നീസ് വാലി നദീതട പദ്ധതിയുടെ മാതൃകയിലാണ് നമ്മൾ നടപ്പിലാക്കിയത്. ദാമോദർ വാലി നമ്മളിവിടെ നടപ്പിലാക്കിയത്. അപ്പൊ ദാമോദർ വാലി കിട്ടിയല്ലോ. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ്. അടുത്ത ഭക്രാനങ്കൽ. ഭക്രാനങ്കലിനെ കുറിച്ച് എന്ത് പറയാം? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ പദ്ധതിയാണ് ഏത്? ഭക്രാനങ്കൽ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തത് ചോദിച്ചാൽ ദാമോദർ വാലിയും ഏറ്റവും വലിയ നദിതട പദ്ധതി ചോദിച്ചാൽ ഏതാണ്? ഭക്രാനങ്കൽ. ആ പേര് പറയുമ്പോൾ തന്നെ ഭക്രാനങ്കൽ ഒരു വലിയൊരു തോന്നല്ലേ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിതട പദ്ധതിയാണ് ഏത്? ഭക്രാനങ്കൽ. ഭക്രാനങ്കൽ ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് കേട്ടോ. ഭക്രാനങ്കൽ ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ചോദിച്ചാൽ ഇത് ഭക്രയും നങ്കൽ രണ്ട് സംസ്ഥാനങ്ങളിലാണ്. ഭക്ര എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലും നങ്കൽ എവിടെയാണ്? പഞ്ചാബിലുമാണ്. അപ്പൊ ഭക്ര നങ്കൽ രണ്ട് സംസ്ഥാനങ്ങളിലായിട്ടാണ്. ഭക്ര എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലും നങ്കൽ എവിടെയാണ്? പഞ്ചാബിലുമാണ്. ഏത് നദിയിലാണ് ഭക്ര നങ്കൽ? സത്ലജ് നദിയിലാണ്. എന്താണ് പ്രത്യേകത? ഏറ്റവും വലിയ നദീതട പദ്ധതിയാണ്. രണ്ടെണ്ണം കിട്ടിയില്ലേ? അപ്പൊ ദാമോദർ വാലിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ്. ഇനി ഭക്രാനങ്കലാണെങ്കിലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ്. അടുത്ത ഹീരാക്കോട്ട്. ഹീരാക്കോട്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഇപ്പോഴത്തെ ഡിഗ്രി പ്രിലിംസിനും ഉണ്ടായിരുന്നു. ഏത് നദിയാണ്? ലോങ്സ്റ്റ് ഡാം ആണ്. ഏത് നദിയിലാണ്? മഹാനദി. ഹീരാക്കോട്ട് ഏതിലാണ്? മഹാനദിയിലാണ്. ഒഡീഷയിലെ മഹാനദിയിലാണ് ഏത്? ഹീരാക്കോട്ട്. ലോങ്സ്റ്റ് ഡാം ഇൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഏത്? ഹീരാക്കോട്ട്. ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. അപ്പൊ ഹീരാക്കോട്ട് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. ലോങ്സ്റ്റ് ഡാം ഇൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്നാണ് ഏതിനെ അറിയപ്പെടുന്നത്? ഹീരാക്കോട്ടിനെ അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം ഇത്രയും സംഭവങ്ങളൊക്കെ നടപ്പിലാക്കണം അല്ലേ? അപ്പൊ ഒരു നല്ല ബഡ്ജറ്റ് അതിന് ഇടണ്ടേ? 2069 കോടിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ബഡ്ജറ്റ്. എത്രയാണ്? 2069 കോടി. 2069 കോടിയാണ്. ഇനി ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി 2.1 പ്രതീക്ഷിച്ചു, 3.6 കിട്ടി. അപ്പൊ ഇങ്ങനെ പഠിക്കുക. 2-1 പ്രതീക്ഷിച്ചു, 3.6 കിട്ടി. 2-1 പ്രതീക്ഷിച്ചു, 3.6 കിട്ടി. 2.1 പ്രതീക്ഷിച്ചു വളർച്ചാ നിരക്ക്, പക്ഷെ കിട്ടിയത് എത്രയാണ്? 3.6. അപ്പൊ ഇതൊരു വിജയം അല്ലായിരുന്നോ? നമ്മളെന്താണ് നമ്മൾ ജസ്റ്റ് അവിടെ റഷ്യയിലൊക്കെ നടപ്പിലാക്കി. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നടപ്പിലാക്കി. പക്ഷെ നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി തന്നെ എന്തായിരുന്നു? നല്ല വിജയമായിരുന്നു. അപ്പൊ 2-1 പ്രതീക്ഷിച്ചു, 3.6 കിട്ടി. 3.6 കിട്ടി. 2-1 പ്രതീക്ഷിച്ചു, 3.6 കിട്ടി. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1 കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്ത് മോഡൽ എന്നറിയപ്പെടും? ഹരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടും. ഇനി ഇതിനെ സഹായിച്ച് നമ്മുടെ മലയാളി ഒരു സാമ്പത്തിക വിദഗ്ധനുണ്ട്. ആരാണ്? KN രാജ്. പിന്നെ നമ്മൾ പറഞ്ഞ പദ്ധതികളൊക്കെ ഓർമ്മയുണ്ടല്ലോ. 52 ഒക്ടോബർ 2 എന്ത് വന്നു? NDC. എന്താണ്? CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. 53 ഒക്ടോബർ 2 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. 53 ഡിസംബർ 28 UGC. പിന്നെ വന്ന പ്രധാനപ്പെട്ട വിവിധോദ്ദേശ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ദാമോദർ, പിന്നെ ഹീരാക്കോട്ട്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. അടുത്തപ്പോ ഏതാണ് പഠിക്കാനുള്ളത്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ നമുക്ക് ഇത്രയാണ് മെയിൻ ആയിട്ട് പോയിട്ടുള്ള നമ്മൾ എന്ത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ അടുത്ത 5 വർഷം 56 മുതൽ 61 വരെ. 56 മുതൽ 61 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കും ജലസേചനം പ്രാധാന്യം കൊടുത്തു. അപ്പൊ കൃഷി കഴിഞ്ഞാൽ ഇനി അടുത്ത ഏതായിരിക്കും വളരേണ്ടത്? വ്യവസായം അല്ലേ? അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്ത എന്തിനാണ്? വ്യവസായ മേഖലയ്ക്കും. വ്യവസായം ചെയ്യണമെങ്കിൽ എന്തും കൂടി വേണം? ഗതാഗതവും കൂടി വേണ്ടേ? അപ്പൊ വ്യാവസായിക മേഖലയ്ക്കും ഗതാഗത മേഖലയ്ക്കാണ് ഏത് പ്രാധാന്യം കൊടുത്തത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോഡ് ഡോമർ മോഡൽ ആണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തെന്നറിയപ്പെടുന്നു? മഹലനോബിസ് മോഡൽ. എന്താണ്? മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. ഇനി ഈ മഹലനോബിസ് ആരാണ്? PC മഹലനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് ആര്? PC മഹലനോബിസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ബഡ്ജറ്റിന്റെ പിതാവ്. പിന്നെ ജൂൺ 29 പ്രത്യേകത എന്താണ്? ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആണ് കേട്ടോ. ഈ ജൂൺ 29 ആരുടെ ബർത്ത്ഡേ ആണ്? നമ്മുടെ മഹലനോബിസിന്റെ ബർത്ത്ഡേ ആണ്. അന്നാണ് ജൂൺ 29 എന്തായിട്ട് ആഘോഷിക്കുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനും ഗതാഗത മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തു. ഏത് മോഡൽ എന്ന് അറിയപ്പെടുന്നു? മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. ഇനി അതിനകത്ത് പറയാനുള്ളത്, ഈ സമയത്ത്
ഘന വ്യവസായങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് ഹെവി ഇൻഡസ്ട്രീസിനും ഒക്കെ ഊന്നൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണ്? ഘന വ്യവസായത്തിനും ഹെവി ഇൻഡസ്ട്രീസിനും ഒക്കെ ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാം വ്യാവസായിക നയം എന്നാണ്? രണ്ടാം വ്യാവസായിക നയം 56. അപ്പൊ രണ്ടാം വ്യാവസായിക നയം നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 56 56 നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുകയാണ്. പക്ഷെ ഈ രണ്ടാം വ്യാവസായിക നയം നടപ്പിലാക്കുമ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഈ എന്താണ് നമ്മുടെ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് അതെന്താണ് നിലവിൽ വന്നത്? ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് 57. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് എന്താണ്? 57. അപ്പൊ 56 എന്താണ്? രണ്ടാം വ്യാവസായിക നയം. 57 ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് വന്ന പ്രധാനപ്പെട്ട എന്താണ് സ്റ്റീൽ പ്ലാന്റുകളുണ്ട്. 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. ഇതെല്ലാവരും കോഡൊക്കെ വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കോഡാണ്. നമ്മൾക്ക് ഇവിടെ തൽക്കാലം ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്താണ് ഏത്? ഭിലായി. ഭിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ആരുടെ സഹായമാണ്? റഷ്യ. ഞാൻ പഠിച്ചിരിക്കുന്നത് ബിജറ എന്നാണ് കേട്ടോ. ബിജറ. ബിജറ. ഭിലായി, ഛത്തീസ്ഗഡ്, റഷ്യ. ബിജറ. ഇനി അടുത്തത് ഏതാണ്? റൂർക്കേല. റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ്. ആരാണ്? ജർമ്മനി. അപ്പൊ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ഓറൂജ. 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 റൂർക്കേല എവിടെ? ജർമ്മനിയിൽ. ജർമ്മനിയുടെ സഹായത്തോടെ എവിടെ? ഒഡീഷ. ഓക്കെ. അപ്പൊ ആദ്യത്തത് ഭിലായി, രണ്ടാമത്തത് റൂർക്കേല, മൂന്നാമത്തത് ദുർഗാപൂർ. ഏതാണ്? ദുർഗാപൂർ. പശ്ചിമ ബംഗാളിലാണ്. ആരുടെ സഹായം? ബ്രിട്ടന്റെ. അപ്പൊ ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത് ബ്രിദുപ. 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 ബ്രിട്ടൻ. ബ്രിദു. ദുർഗാപൂർ. പശ്ചിമ ബംഗാൾ. ബ്രിദുപ. അപ്പോൾ ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന പ്രധാനപ്പെട്ട 3 സ്റ്റീൽ പ്ലാന്റുകളാണ് ഏതൊക്കെ? ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ. ഇനി പ്രധാനമായിട്ടും വടക്ക്, നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് മേഖല, വടക്ക് കിഴക്ക് മേഖലകളിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ ലൈൻസ് ഈ സമയത്ത് എന്ത് ചെയ്തു? സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗതാഗതത്തിന് പ്രാധാന്യം കൊടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വടക്ക് കിഴക്കൻ മേഖലയിൽ കൂടുതൽ റെയിൽപാതകൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. ഇനി 4.5% നമ്മൾ എന്ത് ചെയ്തു? പ്രതീക്ഷിച്ചു. നമ്മൾ പ്ലാനിങ് തുടങ്ങിയപ്പോൾ നമ്മൾ അതിൽ വെച്ചത് 4.5. നമുക്ക് 4.27 കിട്ടി. 4.5 പ്രതീക്ഷിച്ചു, 4.27 കിട്ടി. അപ്പൊ നമ്മൾ ഭയങ്കര ഡെവലപ്മെന്റ് ഒന്നും അല്ലെങ്കിൽ പോലും നമ്മൾ വ്യാവസായികത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല രീതിയിൽ നമ്മൾ നേട്ടം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയമൊന്നും അല്ല. നമുക്ക് വളരെ കുറച്ച് മാത്രമേ പ്രതീക്ഷിച്ചെന്ന് കുറവ് കിട്ടിയുള്ളൂ. അപ്പൊ 4.5 പ്രതീക്ഷിച്ചു, 4.27 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാം പദ്ധതി പദ്ധതി എന്തിന് പ്രാധാന്യം കൊടുത്തു? കൃഷിക്കും ജലസേചനത്തിന്. രണ്ടാണെങ്കിൽ വ്യവസായികോ ഗതാഗതോ. ഒന്നാം പദ്ധതി പദ്ധതി എന്ത് മോഡൽ എന്നറിയപ്പെടും? ഹരോഡ് ഡോമർ മോഡൽ. രണ്ടാണെങ്കിലോ PC മഹലനോബിസ് മോഡൽ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഏതിലോട്ട് പോവാം? മൂന്നാം പഞ്ചവത്സര പദ്ധതി. വർഷം പറഞ്ഞേ. 61 തുടങ്ങി എവിടെ തീരും? 66. 61 മുതൽ 66. 61 മുതൽ 66. അപ്പൊ നമ്മൾ കൃഷി കഴിഞ്ഞു, വ്യവസായം കഴിഞ്ഞു. ഇനി നമ്മൾ സ്വയം പര്യാപ്തതയ്ക്കാണ് എന്ത് ചെയ്തത്? ഊന്നൽ കൊടുത്തത്. എന്തിനാണ്? സ്വയം പര്യാപ്തതയിൽ ഊന്നിക്കൊണ്ടുള്ള വികസനം. എന്താണ്? സ്വയം പര്യാപ്തതയിൽ ഊന്നിക്കൊണ്ടുള്ള വികസനം. പക്ഷേ നമുക്കറിയാം ഈ 61, 66 കാലഘട്ടം നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ? 2 യുദ്ധം വരുന്നു അല്ലേ? 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ ഇത് നടക്കുന്നു. 65 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത് നടക്കുന്നു. അപ്പോൾ ഈ വെറും 5 വർഷം, ഈ 5 വർഷത്തില് പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. 1962 ഇന്ത്യയും ചൈനയും, 65 ഇന്ത്യയും പാകിസ്ഥാനും. അതിനെ കൂടാതെ 66 ആയപ്പോഴത്തേക്കും നമ്മുടെ പണത്തിന്റെ മൂല്യം എന്ത് ചെയ്യുന്നു? ഡിവാലുവേറ്റ് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ ഇങ്ങനെ 3 പ്രശ്നങ്ങൾ ഈ ഒരു 5 വർഷ കാലയളവിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നു? ഫേസ് ചെയ്യുന്നു. 62 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, 66 ഡിവാലുവേഷൻ ഓഫ് മണി. ഇത്രയും കൂടി സംഭവിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്കൊരു പഞ്ചവത്സര പദ്ധതി വിജയിക്കാൻ പറ്റുമോ? പറ്റൂല അല്ലേ? എന്തായിരിക്കും ആ സമയത്ത് നടപ്പിലാക്കണ എല്ലാം? എന്തായിരിക്കും? നമുക്ക് ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകരും അല്ലേ? ദാരിദ്ര്യം എല്ലാം കൂടി കൊണ്ടുപോകും, ആളുകൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ 5 വർഷക്കാലം എന്തായിരിക്കും? പരാജയമായിരിക്കും. അപ്പൊ അത് നമുക്കറിയാം പരാജയമാണെന്ന്. എന്നിരുന്നാൽ പോലും ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലയളവിൽ 2-3 കാര്യങ്ങൾ ഇന്ത്യയിൽ എന്തായിട്ടുണ്ട്? നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു 3 സ്റ്റീൽ പ്ലാന്റ് പറഞ്ഞില്ലേ? അവിടെ നമ്മൾ വിട്ടുപോയ ഒരാളുണ്ട്. ആരാണ്?
ബൊക്കാറോ നമ്മൾ അവിടെ പറഞ്ഞില്ല. അപ്പൊ 1964 ആര് വരുന്നത്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ബൊക്കാറോ ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെ. എവിടെയാണ്? ജാർഖണ്ഡിലാണ് വരുന്നത്. ഞാൻ ബൊജറ എന്നാണ് പഠിച്ചത് കേട്ടോ, ബൊജറ. അപ്പൊ ബൊക്കാറോ ആരുടെ? ജാർഖണ്ഡിലെ ആരുടെ സഹായം? റഷ്യയുടെ സഹായം. അപ്പൊ അതാ എന്നാണ് വരുന്നത്? 1964. ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 3ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എവിടെ വരുന്നു? ആനന്ദ് ആസ്ഥാനമാക്കി ഗുജറാത്തിൽ എന്ന് വരുന്നു? 65. അപ്പൊ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമാക്കി 1965 വരുന്നു. അപ്പോൾ ഇതെന്താണ്? ആ സമയത്ത് നടപ്പിലാക്കിയ ഒരു സംഭവമാണ്. അതുപോലെ നമുക്കറിയാം KSRTC, KSEB ഇതൊക്കെ നിലവിൽ വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, KSEB, KSRTC വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹരിത വിപ്ലവം തുടക്കം കുറിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 66-ലൊക്കെയാണ് കേട്ടോ. അപ്പൊ അത് ഏതിലാണ്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്രൈമറി സ്കൂളുകളും സ്ഥാപിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ പ്രൈമറി സ്കൂളുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഈ ഒരു പദ്ധതി അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, അറിയാവോ ആർക്കെങ്കിലും? മൂന്നാമത്തതിന് അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുള്ളതേനാ. ജോൺ സാൻഡി ആൻഡ് സുഖമോയി മോഡൽ. എന്താണ്? ജോൺ സാൻഡി ആൻഡ് സുഖമോയി ചക്രവർത്തി മോഡൽ. ജോൺ സാൻഡി ആൻഡ് സുഖമോയി ചക്രവർത്തി മോഡൽ. എന്താണ്? ജോൺ സാൻഡി ആൻഡ് സുഖമോയി ചക്രവർത്തി മോഡൽ. ഈ 3ാം പഞ്ചവത്സര പദ്ധതിയെ ഗാഡ്ഗിൽ യോജന എന്ന് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ 4ഉം എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? ഗാഡ്ഗിൽ യോജന എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് രണ്ടിലും തെറ്റെന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഗാഡ്ഗിൽ യോജന എന്ന് ചോദിച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ. 3ഉം ആവാം 4ഉം ആവാം. അത് PSCയുടെ അനുസരിച്ച് ഉത്തരം 4ാം പഞ്ചവത്സര പദ്ധതി കൊടുത്തിട്ടുണ്ട് ഉത്തരം. പക്ഷെ ഗാഡ്ഗിൽ യോജന യഥാർത്ഥത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ 3ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. അപ്പൊ ഇതിനെ അല്ലാതെ അറിയപ്പെടുന്ന പേരാണ് ജോൺ സാൻഡി ആൻഡ് സുഖമോയി ചക്രവർത്തി മോഡൽ. ഇത്രയും കിട്ടിയല്ലോ. ഇനി എത്ര പ്രതീക്ഷിച്ചു? 5.6 പ്രതീക്ഷിച്ചു. എന്തായാലും അമ്മ പരാജയമല്ലേ. എത്ര കിട്ടിയുള്ളൂ? 2.4 കിട്ടിയുള്ളൂ. 5.6 പ്രതീക്ഷിച്ചു, 2.4 കിട്ടിയുള്ളൂ. 5.6 പ്രതീക്ഷിച്ചു, 2.4 കിട്ടിയുള്ളൂ. ഓക്കെ അല്ലേ? ഈ 3ാം പഞ്ചവത്സര പദ്ധതി ഇത്രയും പ്രശ്നങ്ങൾ നടന്ന് പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഒരു ഗവൺമെന്റ് അടുത്തൊരു പഞ്ചവത്സര പദ്ധതിക്ക് നിൽക്കുമോ? ഇല്ല. അപ്പൊ ഒരു 3 വർഷക്കാലം ഇനി നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. അതിനെ എന്തൊരു പ്ലാൻ ഹോളിഡേ ആക്കാന്ന് പറഞ്ഞ് 66 മുതൽ 69 വരെ എന്തായിരുന്നു? പ്ലാൻ ഹോളിഡേ ആയിരുന്നു. 1966 മുതൽ 69 വരെ എങ്ങനെ അറിയപ്പെട്ടു? പ്ലാൻ ഹോളിഡേ. അതായത് പ്ലാൻ ഇല്ല, അതിനൊരു ഹോളിഡേ കൊടുത്തതാണ് പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെട്ടു. അപ്പൊ 69 കഴിഞ്ഞ അടുത്ത 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് തുടങ്ങി കാണും? 69 മുതൽ 74 വരെ. ഈ സമയത്ത് കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. 69 മുതൽ 74 വരെ സ്ഥിരതയാർന്ന വളർച്ചയാണ് ലക്ഷ്യം വെച്ചത്. സ്ഥിരതയുള്ളൊരു വളർച്ച വേണം, അതാണ് എന്ത് ചെയ്തത്? ലക്ഷ്യം വെച്ചത്. എന്താണ്? സ്ഥിരതയാർന്ന വളർച്ച, അതാണ് ലക്ഷ്യം വെച്ചത്. 1969 ജൂലൈ 19 എന്താണ്? 1ാം ഘട്ട ബാങ്ക് ധാശ്യസാൽക്കരണം. 1ാം ഘട്ട ബാങ്ക് ധാശ്യസാൽക്കരണം നടക്കുന്നത് 1969 ജൂലൈ 19. ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. എത്ര ബാങ്ക് ദേശസാൽക്കരിച്ചു? 14. 1ാം ഘട്ടം 14 ബാങ്ക് ദേശസാൽക്കരിക്കുന്നു. ആര്? നമ്മുടെ ഇന്ദിരാഗാന്ധി 14 ബാങ്ക് ആദ്യഘട്ട ദേശസാൽക്കരണം നടത്തുന്നത് 1969 ജൂലൈ 19 അത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ ഇന്ത്യയുടെ മെയിനായിട്ട് 69 ഓഗസ്റ്റ് 15 എന്ത് വരുന്നു? ISRO സ്ഥാപിതമാകുന്നത് 1969 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? അറിയാം, താരാപൂർ എന്ന് 69. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയമായ താരാപൂർ നിലവിൽ വരുന്നത് 1969 4ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. അപ്പൊ നമ്മൾ 3 കാര്യം പറഞ്ഞു. 1969 ജൂലൈ 19 ഇന്ദിരാഗാന്ധി 14 ബാങ്ക് ദേശസാൽക്കരിക്കുന്നു. 1969 ഓഗസ്റ്റ് 15 എന്ത് സംഭവിക്കുന്നു? ISRO നിലവിൽ വരുന്നു. അതേ 69 തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമായ താരാപൂർ നിലവിൽ വരുന്നു. ഈ നമ്മൾ ഹരിത വിപ്ലവം തുടങ്ങിയത് 3 എന്ന് പറഞ്ഞില്ലേ? 4ാം പഞ്ചവത്സര പദ്ധതി സമയമായപ്പോഴത്തേക്കും ഹരിത വിപ്ലവം എന്ത് ചെയ്യുന്നു? നല്ല കത്തി കയറിയ സമയമാണ് കേട്ടോ. അപ്പൊ ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് കേട്ടിട്ടുണ്ടോ? പാലുൽപാദന രംഗത്തുണ്ടായ വർധനവ്. ഈ ഓപ്പറേഷൻ ഫ്ലഡ് നടക്കുന്നതും എപ്പോഴാണ്? 4ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഓപ്പറേഷൻ ഫ്ലഡ് നടക്കുന്നത് എപ്പോഴാണ്? 4ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്.
5.5 പ്രതീക്ഷിച്ചു 3.3 കിട്ടി. രണ്ടും ഒരേ സംഖ്യ. അല്ല, 5.6 പ്രതീക്ഷിച്ചു 3.3 കിട്ടി. 5.6 പ്രതീക്ഷിച്ചു 3.3 കിട്ടി. 5.6 പ്രതീക്ഷിച്ചു 3.3 കിട്ടി. അതുപോലെ DPAP എന്ന് കേട്ടിട്ടുണ്ടോ? DPAP, ഇവിടുത്തെ DPAP എന്ന് പറഞ്ഞാൽ ഡ്രോട്ട് പ്രോൺ ഏരിയ സോൺ എന്നാണ് കേട്ടോ. പ്രോഗ്രാം ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം. ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം, അതാണ് DPAP. ഇത് ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ബഫർ സ്റ്റോക്ക് ആരംഭിക്കുന്നതും എപ്പോഴാണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ബഫർ സ്റ്റോക്കും DPAP ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം ഇത് രണ്ടും തുടങ്ങുന്നത് എപ്പോഴാണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5.6 പ്രതീക്ഷിച്ചു 3.3 കിട്ടി. 5.6 പ്രതീക്ഷിച്ചു 3.3 കിട്ടി. ഇനി അടുത്ത ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മളിപ്പോ ഈ ഒരു പഞ്ചവത്സര പദ്ധതിനെ പഠിക്കുന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഓരോന്ന് വന്ന വർഷം എല്ലാം കിട്ടുന്നുണ്ട്. ഒരു നല്ലൊരു GK കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ അത് മറന്നു പോകരുത്. 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ നമ്മൾ നേരത്തെ 74 തീർന്നു. അപ്പൊ 74 മുതൽ 79 വരെയാണ്. പക്ഷെ അത് 78 എന്ത് ചെയ്യുന്നു? തീർക്കും. അപ്പൊ 74 മുതൽ 79. അപ്പൊ നമുക്ക് 78 എന്ന് പറഞ്ഞാൽ എന്തല്ല? തെറ്റല്ല. ഈ 5ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, DP ധർമോഡൽ. അപ്പൊ ഒന്ന് എങ്ങനെ അറിയപ്പെടും? ഹരോഡ് ഡോമർ, 2 PC മഹലനോബിസ്, 3 ജോൺ സാൻഡി ആൻഡ് സുഖബോയ് ചക്രവർത്തി മോഡൽ, 4 ഗാഡ്ഗിൽ എന്ന് പറയാം, 5 DP ധർമോഡൽ. എടാ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോഴേ കേൾക്കുമ്പോഴേ നമുക്കൊരു കാര്യം ഓർമ്മ വരും. എന്താണ്? ഗരീബി ഘടാവോ. എന്താണ് എന്റെ അർത്ഥം? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആരാണ് നടപ്പിലാക്കിയത്? ഇന്ദിരാഗാന്ധി. അപ്പൊ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ഇപ്പോൾ ഉണ്ടായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ? അതെ, 14ന്റെ പരിപാടിയാണ് ചോദിച്ചത്. അത് ഇതിൽ തന്നെ കേട്ടോ. അപ്പൊ DP ധർമോഡൽ എന്നറിയപ്പെടുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. ആപ്തവാക്യമായിരുന്നു എന്ത്? ഗരീബി ഘടാവോ. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം എന്നാണ്? 74 മെയ് 18. 1974 മെയ് 18. അതിനൊരു രഹസ്യനാമം ഉണ്ടല്ലോ, ബുദ്ധൻ ചിരിക്കുന്നു. അപ്പോ ഈ 5ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണമായ ബുദ്ധൻ ചിരിക്കുന്നു നടക്കുന്നത്. 1974 മെയ് 18. ഇനി ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. അത് 1975 ഏപ്രിൽ 19 എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കുന്നത്. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ്? കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം രൂപീകരിച്ചു. കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം അത് 74-75 കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം 74-75. ICDS നേടിയിട്ടുണ്ടോ? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഈ ICDS വന്നത് എന്തായാലും ഒരു ഗാന്ധി ജയന്തിയാണെന്ന് ഓർത്താൽ മതി. 75 ഒക്ടോബർ 2 എന്നാണ്. 75 ഒക്ടോബർ 2. അപ്പൊ ICDS വന്നത് എന്നാണ്? 75 ഒക്ടോബർ 2. മിനിമം നീഡ് പ്രോഗ്രാം അതും ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഇന്ദിരാഗാന്ധി എന്ന് നടപ്പാക്കുന്നു? 20 പരിപാടി നടപ്പാക്കുന്നു. അതാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചത്. അപ്പൊ ഇന്ദിരാഗാന്ധി എന്ന് നടപ്പാക്കുന്നു? 20 പരിപാടി നടപ്പാക്കുന്നു. ചോദിച്ചത് എങ്ങനെയാണ്? 20 പരിപാടി നടപ്പിലാക്കിയത് ആരെന്നാണ് ചോദിച്ചത്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ 20 പരിപാടി എപ്പോഴാണ്? നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നത്? 20 പരിപാടി നടപ്പാക്കുന്നത്. അപ്പോ ഇത് 74 മുതൽ 78 അല്ലേ? അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ എന്നാണ് പ്രഖ്യാപിക്കുന്നത്? 75 ജൂൺ 25. കഴിഞ്ഞ ജൂൺ 25 ഇപ്പൊ എത്ര വർഷമായി? 50 വർഷമായി. അപ്പൊ ഇന്ദിരാഗാന്ധി ഈ അടിയന്തരാവസ്ഥ ആദ്യത്തെ എന്താണ്? ആഭ്യന്തര അടിയന്തരാവസ്ഥയും അതുപോലെ 3ാമത്തെ ദേശീയ നമ്മൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ മുന്നേ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ദേശീയ അടിയന്തരാവസ്ഥ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോ 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയും ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയായിരുന്നു ഏത്? ഈ 75 ജൂൺ 25 പ്രഖ്യാപിച്ചത്. അതുപോലെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം കൊണ്ടുവന്നു 77 എന്നാണ്? 77 ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം കൊണ്ടുവന്നു. അതുപോലെ നമ്മൾ ഇലക്ട്രിസിറ്റി ആക്ട്, നമ്മൾ KSEBയും KSRTC ഒക്കെ വന്നെന്ന് പറഞ്ഞു. ഏതിലാണ്?
മൂന്നില്. ഇനി അതുപോലെ ഈ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് എന്ത് ചെയ്യുന്നു, ഭേദഗതി ചെയ്യുന്നത് ഈ ഒരു 5ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. നാഷണൽ ഹൈവേ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നമ്മൾ 75 ജൂൺ 25 പ്രഖ്യാപിച്ച ആ ഒരു അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതും ഇതേ പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 77. അപ്പൊ 75 ജൂൺ 25 പ്രഖ്യാപിക്കുന്നു, 77 എന്ത് ചെയ്യുന്നു, അത് പിൻവലിക്കുന്നു. ഇനി ഈ 77 തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വരും. ആര്, ഏത് മന്ത്രിസഭ, ഏത്, ജനതാ ഗവൺമെന്റ്. 1977 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വരുന്നു. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. ഇനി ഈ മൊറാർജി ദേശായി വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇത്രയും നാളും പഞ്ചവത്സര പദ്ധതി അല്ലേ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. അദ്ദേഹം ഈ പഞ്ചവത്സര പദ്ധതി എന്താണ്, വികസന പദ്ധതി എന്നാക്കി മാറ്റി. എന്താണ്, വികസന പദ്ധതിയാക്കി മാറ്റി. അങ്ങനെ എന്ത് ചെയ്തു, 78 പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചിട്ട് 78 മുതൽ 79 വരെ റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. 78 മുതൽ 80 വരെ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. ഓക്കെ അല്ലേ. ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഏതാണ്, ഏഷ്യൻ ഡ്രാമ. എഴുതിയതാരാണ്, ഗുണ്ണാർ മിർഡാൽ. ആരാണ്, ഗുണ്ണാർ മിർഡാൽ. അപ്പൊ ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയമുള്ള ടെക്സ്റ്റ് ആണ് ഏത്, ഏഷ്യൻ ഡ്രാമ. ഏഷ്യൻ ഡ്രാമ എഴുതിയതാരാണ്, ഗുണ്ണാർ മിർഡാൽ. ലോകത്തിൽ ആദ്യമായിട്ട് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ച രാജ്യം ഏതാണ്, ലോകത്തിൽ സ്വീഡൻ ആണ് കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ച ആരാണ്, സ്വീഡൻ ആണ്. അപ്പൊ 74 നമ്മുടെ 5ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നു. 78 നമ്മുടെ മൊറാർജി ദേശായി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് 78 മുതൽ 80 വരെ എന്ത് കൊണ്ടുവരുന്നു, റോളിംഗ് പ്ലാൻ കൊണ്ടുവരുന്നു. ഈ റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം നമ്മൾ എന്താണ്, ഏഷ്യൻ ഡ്രാമ, ഗുണ്ണാർ മിർഡാൽ എഴുതിയ ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്വീഡനിലാണ്. ഇനി ഈ 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യം കൊടുത്തെന്നൊക്കെ നമുക്കറിയാം. 4.4 പ്രതീക്ഷിച്ചു, 4.8 കിട്ടി. ഒരു വർഷം മുന്നേ നിർത്തിയെങ്കിലും കൂടുതൽ നമുക്ക് കിട്ടി. 4.4 പ്രതീക്ഷിച്ചു, 4.8 കിട്ടി. അപ്പൊ നമ്മൾ 5 പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ന് നോക്കുന്നത്. 5 എണ്ണം നന്നായിട്ട് കിട്ടിയോ? 1ന്റെ കാലഘട്ടം പറ, 51, 56. എങ്ങനെ അറിയപ്പെടുന്നു, ഹരോൾഡ് ഡോമർ മോഡൽ സഹായിച്ച മലയാളിയാണ് KN രാജ്. എന്തിന് പ്രാധാന്യം കൊടുത്തു, ജലസേചനത്തിനും. എത്രയായിരുന്നു പ്രതീക്ഷിച്ചത്, 2-1 പ്രതീക്ഷിച്ചു, 3.6 കിട്ടി. 2.1 പ്രതീക്ഷിച്ചു, 3.6 കിട്ടി. 2ന്റെ കാലഘട്ടം പറ, 56, 61. ഏത് മേഖല, വ്യാവസായികം ഗതാഗത മേഖല. എന്തെന്നറിയപ്പെടുന്നു, എന്ത് മോഡല്, PC മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. പിന്നെ എത്ര പ്രതീക്ഷിച്ചു ഓർമ്മയുണ്ടോ, 4.5 പ്രതീക്ഷിച്ചു, 4.27 കിട്ടി. അടുത്ത 3, 66. എങ്ങനെ അറിയപ്പെടും, ജോൺ സാൻഡി ആൻഡ് സുഖബോയ് ചക്രവർത്തി മോഡൽ, അല്ലെങ്കിൽ എങ്ങനെ അറിയപ്പെടും, ഗാഡ്ഗിൽ മോഡൽ എന്നും അറിയപ്പെടും. എന്തിന് പ്രാധാന്യം കൊടുത്തു, കൃഷി വ്യവസായവും കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, സ്വയം പര്യാപ്തത. സ്വയം പര്യാപ്തത എത്ര ലക്ഷ്യം വെച്ചു, അത് പരാജയമായിരുന്നോ വിജയമായിരുന്നോ, വൈ, 62 ഇന്ത്യ ചൈന, 65 ഇന്ത്യ പാകിസ്ഥാൻ, 66 ഡിവാലുവേഷൻ ഓഫ് മണി. അടുത്ത് എത്ര പ്രതീക്ഷിച്ചു, 5.6 പ്രതീക്ഷിച്ചു. എത്ര കിട്ടി, 2.4 കിട്ടിയുള്ളൂ. അടുത്ത അത് കഴിഞ്ഞിട്ട് പഞ്ചവത്സര പദ്ധതി ഡയറക്ടർ ഉണ്ടായിരുന്നോ, 66 മുതൽ 69 വരെ ഹോളിഡേ. നമ്മൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നു, നമ്മുടെ രാജ്യത്ത് കുറച്ച് എന്തായാലും ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു, പ്ലാൻ ഹോളിഡേ. അടുത്ത് 4 തുടങ്ങി, 74. എന്താണ് 4ന്റെ പ്രത്യേകത, എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, സ്ഥിരതയാർന്ന വളർച്ച. എന്തിനാണ്, സ്ഥിരതയാർന്ന വളർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. ബാങ്ക് ദേശസാൽക്കരണം മറക്കരുത് കേട്ടോ, ആ സമയത്താണ്. പിന്നെ എത്ര പ്രതീക്ഷിച്ചു, 5.6 പ്രതീക്ഷിച്ചു, 3.3 കിട്ടിയുള്ളൂ. അടുത്ത 5 എന്നാണ് 78 വരെ. എന്തിനായിരിക്കും പ്രാധാന്യം, 5 എന്ന് കേൾക്കുമ്പോൾ എന്താണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എങ്ങനെ അറിയപ്പെടും, DP ധർ മോഡൽ എന്ന് അറിയപ്പെടും. പിന്നെ എത്രയാണ് പ്രതീക്ഷിച്ചത്, 4.4 പ്രതീക്ഷിച്ചു, 4.8 കിട്ടി. പക്ഷെ ഇത് പൂർത്തിയാക്കിയാ ഇല്ല. 74 മുതൽ 79 വരെ ആയിരുന്നു. പക്ഷെ ഇത് എപ്പോ തീർത്തു, 78. എന്തുകൊണ്ട്, ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര മന്ത്രിസഭ വരുന്നു. ആര്, മൊറാർജി ദേശായിന്റെ നേതൃത്വത്തില് ജനതാ ഗവൺമെന്റ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, പഞ്ചവത്സര പദ്ധതി നിർത്തിയിട്ട് എന്ത് നടപ്പിലാക്കി, റോളിംഗ് പ്ലാൻ. അടുത്ത 2 വർഷം 78 മുതൽ 80 വരെ. ഈ റോളിംഗ് പ്ലാൻ എവിടെ നിന്ന് എടുത്തു, സ്വീഡനാണ് ആദ്യം നടപ്പിലാക്കിയത്. ഏത് ഡ്രാമ എന്നുള്ള പുസ്തകം ആരെഴുതി, ഗുണ്ണാർ മിർഡാൽ എഴുതിയത്. ഓക്കെ അല്ലേ. അപ്പൊ ബാക്കിയുള്ള പഞ്ചവത്സര പദ്ധതി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.